അധ്യായം 8. രചന മാലി. അവതരണം മിഥുൻ. മാനം വിട്ട് മാറി നിൽക്കുന്നു മേഘങ്ങൾ. വീശി അടിച്ച് ചോർന്നു പോയിട്ടുണ്ട് കാറ്റിന്റെ ശക്തി. തിമിർപ്പ് കുറഞ്ഞു ശാന്തമായി ഒഴുകുന്ന പുഴകൾ. തെളിനീര് നിറഞ്ഞു നിൽക്കുന്നു സരസുകളിൽ. പൂക്കളുടെ പുഞ്ചിരി പരക്കുന്നു താഴ്വരകളിൽ. വണ്ടുകളുടെ മൃദുവായ ശ്രുതി മുഴങ്ങുന്നു നാല് ദിക്കിലും. ഉത്സാഹത്തോടെ പറന്നു കളിക്കുന്നു പക്ഷികൾ. നീലനിറം പകർന്നു വിലസുന്നു വാനിടം. നല്ലപോലെ തെളിഞ്ഞു വിളങ്ങുന്ന പകലോൻ. കുളിച്ചൊരുങ്ങിയ മങ്കയെപ്പോലെ ശോഭിക്കുന്നു കിഷ്കിന്ധ. എന്തൊരു അന്തരമാണ് സുഗ്രീവന്റെ സ്ഥിതിയിൽ. മുമ്പ് ഋഷ്യമുഖത്തിൽ ഉഴറി നടന്നു, ഇന്ന് കിഷ്കിന്ധയിലെ രാജാവായി വാഴുന്നു. മുമ്പ് കായും കനിയും തിന്നു കഴിഞ്ഞു, ഇന്ന് വിഭവങ്ങളോടുകൂടി അമൃതത്ത് കഴിക്കുന്നു. മുമ്പ് പാറപ്പുറത്ത് കിടന്നുറങ്ങി, ഇന്ന് പട്ടുമെത്തയിൽ സുഖനിദ്ര ചെയ്യുന്നു. മുമ്പ് കഷ്ടപ്പാടുകൾ മാത്രം, ഇന്ന് പലമാതിരി സുഖങ്ങൾ. മദ്യപാനം അമിതമാണ്, മിക്കപ്പോഴും കുടിച്ച് ബോധമില്ല. രാജ്യകാര്യങ്ങളിൽ താല്പര്യമില്ല താനും. രുമയോ മോടിയോടുകൂടി ഓടി നടക്കുന്നു. വസ്ത്രങ്ങളും ആഭരണങ്ങളും വേണ്ടതിൽ കൂടുതലുണ്ട്. ചന്ദ്രസേനൻ കൂടെ കൂടെ പട്ടുകെട്ടുകൾ കൊണ്ടുവരാറുണ്ട്. സിംഹദന്തൻ വിലപിടിച്ച പുതിയ ഭണ്ഡാരങ്ങൾ. രാജ്ഞി ഇടയ്ക്കിടെ തോഴിമാരോട് ചോദിക്കും, ഇപ്പോൾ ആരാണ് സുന്ദരി, ഞാനോ താരയോ? തോഴിമാർ ഉത്തരം പറയും, തമ്പുരാട്ടി ഇപ്പോഴെന്നല്ല, പണ്ടും അവിടുന്നാണ് സുന്ദരി. സുഗ്രീവന് സുബോധമുള്ള സന്ദർഭങ്ങളുണ്ട്. അവ വളരെ ചുരുക്കമാണെങ്കിലും അങ്ങനെയൊരു അവസരത്തിൽ അംഗദൻ ചെന്നു കണ്ടു. ഇളയച്ച, രാജ്യത്ത് മോഷണം കൂടി വരുന്നു. ഏതോ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്നു. ചാരപ്രമാണി ഭൈരവന് ആ സംശയമുണ്ട്. ഊർജിതമായ നടപടികൾ സ്വീകരിച്ചേ കഴിയൂ. അംഗദ, ഹനുമാനും നീയും നിശ്ചയിച്ചാൽ മതി. ആട്ടെ, അച്ഛൻ മരിച്ച സങ്കടം തീർന്നോ? ശ്രീരാമചന്ദ്രന്റെ ഇച്ഛ നടന്നു, അത് വിചാരിച്ച് സമാധാനപ്പെടും. ആ സമാധാനം എനിക്കുണ്ട് ഇളയച്ച. ശ്രീരാമചന്ദ്രൻ എന്നോടൊന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിന്നെ എൻ്റെ സ്വന്തം മകനെ പോലെ കാണണമെന്ന്. ഞാൻ മരിക്കുവോളം അതിന് ഇളക്കമില്ല, അതെനിക്ക് നിശ്ചയമുണ്ട്. അംഗദൻ പോയപ്പോൾ രുമയുടെ വരവായി. രാജ്ഞി ഭർത്താവിന് താക്കീത് നൽകി. എത്രയായാലും അവൻ ബാലിയുടെ മകനല്ലേ, അച്ഛനെ കൊല്ലിച്ചതിന് പക കാണും. അതാണ് മുഖം വീർപ്പിച്ച് നടക്കുന്നത്, സൂക്ഷിച്ചിരിക്കണം. സുഗ്രീവൻ ചൊടിച്ചു, രുമേ, ഈശ്വരന് നിരക്കാത്തത് പറയരുത്. ആരവിടെ, മദ്യം കൊണ്ടുവരട്ടെ. മഹാരാജാവ് വീണ്ടും കുടിച്ചു മതികെട്ടു. പക്ഷേ മദ്യപാനത്തിന് അറുതിയുണ്ടായി. ഒരു ദിവസം വർത്തമാനം കിട്ടി, ലക്ഷ്മണൻ കോപിച്ച് കിഷ്കിന്ധയിലേക്ക് വരുന്നുണ്ട്. ആ സമയം സ്വബോധമുണ്ടായിരുന്നു സുഗ്രീവന്. രുമേ, എനിക്ക് ഭയമാകുന്നു, ഹനുമാനെ ആളയക്കൂ, സുഗ്രീവൻ പരിഭ്രമത്തോടെ പറഞ്ഞു. രുമ ഹനുമാനെ വരുത്തി. സ്നേഹിത, ലക്ഷ്മണൻ ഇങ്ങെത്താറായി, ഞാനെന്ത് ചെയ്യണം പറയൂ, മഹാരാജാവ് മന്ത്രിയോട് അപേക്ഷിച്ചു. തിരുമേനി, അങ്ങ് സീതാന്വേഷണത്തിന് തയ്യാറായില്ല. അടിയൻ പലതവണ ഉപദേശിച്ചതാണ്. മദ്യത്തിന്റെ മത്തു പിടിച്ച് അങ്ങ് ചെവികൊണ്ടില്ല, ഹനുമാൻ പറഞ്ഞു. രുമ ഹനുമാനെ നേരിട്ടു. മന്ത്രി, അതിനൊരു മറുവശമുണ്ട്. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടു. ദുഷ്കാലം മാറുമ്പോൾ ആരുമൊന്ന് സുഖിച്ചു പോകും, അതിൽ കുറ്റപ്പെടുത്താൻ ഒന്നുമില്ല. മഹാരാജ്ഞി, മഹാരാജാവ് മാത്രമല്ല കഷ്ടപ്പെട്ടത്, ഞാനും കഷ്ടപ്പെട്ടു. എനിക്ക് വേണ്ടിയല്ല, അദ്ദേഹത്തിനു വേണ്ടി, ഹനുമാൻ ദൃഢമായി പറഞ്ഞു. നിങ്ങൾ വെറുമൊരു മന്ത്രി, പോരെങ്കിൽ ബ്രഹ്മചാരിയും. അദ്ദേഹം അങ്ങനെയല്ല, രുമ ചൊടിച്ചു പറഞ്ഞു. ഹനുമാൻ എന്തോ പറയാൻ ഭാവിച്ചു, പക്ഷേ പറഞ്ഞില്ല. സുഗ്രീവൻ പത്നിയെ ശാസിച്ചു. രുമേ, ഒരക്ഷരം പറയരുത്. ഹനുമാനില്ലെങ്കിൽ ഞാനില്ല, നീയുമില്ല. അദ്ദേഹം മന്ത്രിയോട് തിരിഞ്ഞു. സ്നേഹിത, അംഗദനെയും താരയെയും കൂട്ടിക്കൊണ്ടുപോകൂ. 3 പേരും കൂടി ലക്ഷ്മണന്റെ കോപം തണുപ്പിക്കൂ. എന്നിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ. ഹനുമാൻ ഇറങ്ങിപ്പോയി. എന്താണ് താരയ്ക്ക് ഇത്ര കേമത്തം? രുമ പരിഭവത്തോടെ ഭർത്താവിനോട് ചോദിച്ചു. രുമേ, ലക്ഷ്മണന് അംഗദനോട് വളരെ സ്നേഹമുണ്ട്, ഹനുമാനോടും താരയോട് ബഹുമാനവും. അതുകൊണ്ടാണ് 3 പേരെയും ഒന്നിച്ച് പറഞ്ഞയച്ചത്. സുഗ്രീവൻ ഉത്തരം നൽകി. തനിക്കിവിടെ സ്ഥാനമില്ല. രുമയ്ക്ക് അക്കാര്യം മനസ്സിലായി. രാജപത്നി മുഖം വെട്ടിച്ച് നടകൊണ്ടു. എങ്കിലും നടക്കുന്നതെല്ലാം ഒന്ന് കാണണം. അതിനായി തെല്ലുദൂരെ ഒരു മുറിയിൽ ചെന്നു കിളിവാതിലിലൂടെ നോക്കി നിന്നു. സുഗ്രീവൻ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. വല്ലാതെ പരിഭ്രമിച്ചിരിക്കുന്നു എന്ന് സ്പഷ്ടം. ഇടയ്ക്കിടയ്ക്ക് കൈ ഞെരിക്കുന്നുണ്ട്. പുറത്തേക്ക് എത്തി നോക്കുന്നുമുണ്ട്. അതാ ലക്ഷ്മണൻ കടന്നു വരുന്നു. പുറകെ ഹനുമാനും അംഗദനും താരയും. സുഗ്രീവനും ലക്ഷ്മണനും എന്തൊക്കെയോ സംസാരിക്കുന്നു. രുമയ്ക്ക് ഒന്നും വിശദമായി കേട്ടുകൂടാ. എങ്കിലും ലക്ഷ്മണന് കടുത്ത ദേഷ്യമുണ്ടെന്ന് തീർച്ചയാണ്. സുഗ്രീവന് യാചകന്റെ മട്ടുണ്ട്. ക്രമേണ ലക്ഷ്മണൻ ശാന്തനാകുന്നു. സുഗ്രീവന്റെ മുഖം പ്രസന്നമാവുന്നു. പിന്നീട് ലക്ഷ്മണൻ യാത്രയാവുന്നു. പുറകെ സുഗ്രീവനും മറ്റ് 3 പേരും. രാത്രിയിലെ രുമ സുഗ്രീവനെ തനിച്ചു കണ്ടുള്ളൂ. അപ്പോൾ രാജ്ഞിക്ക് ഒന്ന് ബോധ്യമായി, ഭർത്താവിന് വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്.
അദ്ദേഹം കുറച്ചേ ഭക്ഷിച്ചുള്ളൂ, ഒരു തുള്ളി മദ്യം കഴിച്ചുമില്ല. മുഖത്ത് വല്ലാത്ത ഗൗരവം. അങ്ങയ്ക്ക് എന്തു പറ്റി? രുമേ, ഞാൻ താമസിയാതെ സീതാന്വേഷണത്തിന് പോകുന്നുണ്ട്. എത്ര കാലം ഞാൻ വേർപാട് സഹിച്ചു, ഞാനെത്ര കണ്ണീര് കുടിച്ചെന്ന് അങ്ങയ്ക്കറിയാമോ? അങ്ങ് തിരിച്ചു വന്നിട്ട് 4 മാസമേ ആയുള്ളൂ. ഇത്ര പെട്ടെന്ന് പോകുമ്പോൾ? രുമേ, ഞാൻ രാക്ഷസന്മാരെ നശിപ്പിക്കും. വിജയത്തോടെ മടങ്ങിവരും. ധൈര്യമായിരിക്കൂ. രാക്ഷസന്മാർക്ക് മന്ത്രവാദവും മായാവിത്വവുമുണ്ട്. എനിക്ക് പേടിയാവുന്നു. ഏത് മന്ത്രവാദവും മായാവിത്വവും തകർക്കുന്ന ഒരു ശക്തിയുണ്ട്, ശ്രീരാമചന്ദ്രന്റെ ശക്തി. ആ ശക്തി നമ്മെ രക്ഷിക്കും. സുഗ്രീവൻ ചിലപ്പോഴൊക്കെ അലസനായിരിക്കും, പക്ഷേ ദൃഢതയും ശാഠ്യവും അടിയുറച്ച് കിടപ്പുണ്ട്. ഒന്ന് നിശ്ചയിച്ചാൽ അത് ചെയ്തേ അടങ്ങൂ. രുമ പിന്നീടൊന്നും പറഞ്ഞില്ല. ഫലമില്ലെന്ന് അറിയാം. സുഗ്രീവൻ വാനരന്മാരെ 4 ദിക്കിലേക്ക് അയച്ചു. തെക്കോട്ട് പോയ സംഘത്തിൽ ഹനുമാനെയും അംഗദനെയും ഉൾപ്പെടുത്തി. അവർ മടങ്ങി വന്നിട്ടാകാം അടുത്ത നടപടി. അതുവരെ ശ്രീരാമനെ സേവിക്കണം. ഋഷ്യമുഖത്തിലാണല്ലോ ശ്രീരാമൻ. സുഗ്രീവൻ രാവിലെ അങ്ങോട്ട് പോകും. രാത്രിയിൽ തിരിച്ചെത്തും. കുളിക്കും, ഭക്ഷിക്കും, പ്രാർത്ഥിക്കും, ഉറങ്ങും. മദ്യം തൊടുന്നില്ല, അധികം സംസാരിക്കുന്നുമില്ല. രുമ പരിഭവിച്ചു. എനിക്ക് സ്വർഗസ്വാമി മാത്രമേ ഉള്ളൂ ശരണം. രുമേ, ശരിക്കുള്ള സന്യാസിമാരുണ്ട് പലരും. അവരോട് എനിക്ക് വളരെ ബഹുമാനമുണ്ട്. പക്ഷേ ചില കള്ളന്മാരും സന്യാസി ചമയും. അങ്ങ് ആ ചുവന്ന കണ്ണിൽ നോക്കിയിട്ടുണ്ടോ? കള്ളു കുടിച്ചാലും കണ്ണ് ചുവക്കും. എൻ്റെ കണ്ണും ചുവന്നിരിക്കുന്നുവല്ലോ. എനിക്ക് ഭക്തിയുണ്ട്, അതുകൊണ്ട് ദിവ്യത്വം അറിയാം. രുമേ, ഭക്തി കൂടിയേ തീരൂ. പക്ഷേ ഈശ്വരനോട് വേണം. സ്വർഗസ്വാമി സ്വർഗത്തു നിന്ന് വന്നതാണ്. നീ ഒന്നും മനസ്സിലാക്കുന്നില്ല. ചിലർ സന്യാസി വേഷം ചമഞ്ഞ് പെണ്ണുങ്ങളെ കബളിപ്പിക്കുന്നു. പെണ്ണുങ്ങൾ മുഖേന ആണുങ്ങളെയും. ശരി, ഇനിമേൽ ഇക്കാര്യം സംസാരിക്കണ്ട. രുമ തലവെട്ടിച്ച് നടകൊണ്ടു. സുഗ്രീവൻ ഹനുമാന് വേണ്ടി കാത്തിരിക്കുന്നു. ഹനുമാൻ സമുദ്രം ചാടി ലങ്കയിലെത്തി. അശോകവനത്തിൽ സീതയെ കണ്ടെത്തി. പല ഉദ്യാനങ്ങളും നശിപ്പിച്ചു. അനേകം രാക്ഷസന്മാരെ വധിച്ചു. ലങ്കയുടെ ചില ഭാഗങ്ങൾ തീയേരിച്ചു. തിരികെ സമുദ്രം ചാടി ഇങ്ങെത്തി. ബാലി മരിക്കും മുമ്പ് ഹനുമാൻ നാട്ടിലല്ല, മലയിലായിരുന്നു. അന്നാരും ഹനുമാനെ വാഴ്ത്തിയില്ല. ഇന്നിതാ മറിച്ചായി. പടപ്പുറപ്പാടിന്റെ ദിവസമായി. കോട്ട മതിലിന് പുറത്തുള്ള മൈതാനം, ബാലി മരിച്ചു വീണ മൈതാനം. അവിടെ ഭടന്മാരെ കൊണ്ട് നിറഞ്ഞു. ആയുധം ധരിച്ച് അണിനിരന്ന് നിൽക്കുകയാണ് അവർ. പുറപ്പെടാനുള്ള ആജ്ഞ കാത്ത് അക്ഷമരായിട്ടുണ്ട്. രാജവീഥിയിൽ, മാളികകളിൽ, കോട്ടമതിലിൽ നിറഞ്ഞു നിൽക്കുന്നു കാണികൾ. അതാ മൈതാനത്തിലേക്ക് എഴുന്നള്ളുകയാണ് മഹാരാജാവ്. തൊട്ടുപിറകിൽ യുവരാജാവായ അംഗദനുമുണ്ട്. പിന്നാലെ മന്ത്രിമാർ, ഹനുമാൻ, നീലൻ, നളൻ, താരൻ. പിന്നീട് സേനാനായകന്മാർ, മറ്റനേകം മഹാരഥന്മാർ. കാണികൾ കരഘോഷം ചെയ്യുന്നു. ജയരവം മുഴക്കുന്നു. പുഷ്പങ്ങൾ വർഷിക്കുന്നു. സുഗ്രീവൻ, മന്ത്രിമാർ, സേനാനായകന്മാർ നടന്നു പോകുന്നു. ഗോപുരത്തിന്റെ വാതിൽക്കൽ എത്തുന്നു. അതിലൂടെ മൈതാനത്തിൽ പ്രവേശിക്കുന്നു. പൊടുന്നനവേ ഒരു കാഹളം മുഴങ്ങുന്നു. തുടർന്ന് പെരുമ്പറകൾ, ശംഖങ്ങൾ, പടഹങ്ങൾ ശബ്ദിക്കുന്നു. ഭടന്മാരുടെ പോർവിളികൾ ഉയരുന്നു. ആ മഹാസൈന്യം ഇഴഞ്ഞു നീങ്ങുന്നു. നീളമുള്ള വീതിയുള്ള നദി ഒഴുകും പോലെ. ആദ്യത്തെ ലക്ഷ്യം ഋഷ്യമുഖമാണ്. അവിടെ കാത്തിരിപ്പുണ്ട് ശ്രീരാമനും ലക്ഷ്മണനും. അവരോടുകൂടി പോകണം രണ്ടാമത്തെ ലക്ഷ്യത്തിലേക്ക്, ലങ്കയിലേക്ക്. രാക്ഷസന്മാരെ തോൽപ്പിക്കാൻ, സീതാദേവിയെ വീണ്ടെടുക്കാൻ. കിഷ്കിന്ധയിൽ ഇനി രുമാരാജ്ഞിയുടെ ഭരണമാണ്. പെണ്ണുങ്ങളുടെ ഭരണം എന്നർത്ഥം. അതാണ് സ്വർഗസ്വാമി കാത്തിരിക്കുന്ന സന്ദർഭം. അധ്യായം 9. മരുന്നുപോവിന് പോവുകയാണ് ലോഹിതൻ. അപകടം നിറഞ്ഞതാണ് സംരംഭം. ജീവപായം നേരിടാനും ഇടയുണ്ട്. എന്നിട്ടും അവൻ പതറിയില്ല. സ്നേഹത്തിൻ്റെ ശക്തി ധൈര്യമേകി. കാതങ്ങൾ ഓരോന്നായി പിന്നിട്ടുകൊണ്ടിരിക്കുന്നു. വല്ല കായും പറിച്ചു തിന്ന് വിശപ്പടക്കും. പച്ചവെള്ളം കുടിച്ച് ദാഹം ശമിപ്പിക്കും. മരത്തിൻ്റെ മുകളിലിരുന്ന് ഉറങ്ങും. കുന്നുകളും താഴ്വരകളും കടന്നു പോകുന്നു. 90 കാതം കഴിയുമ്പോൾ വൻ കാടാണ്. സൂര്യരശ്മികൾ പ്രവേശിക്കുന്നില്ല. മരങ്ങളും മുൾപടർപ്പുകളും ധാരാളമുണ്ട്. കാട്ടുജന്തുക്കളുടെ അമറൽ കേൾക്കാം. ഇതൊന്നും അവനെ പിന്തിരിപ്പിക്കുന്നില്ല. ഒന്നുകിൽ മരുന്നുപോവ് കൊണ്ടുവരും, അല്ലെങ്കിൽ മരിക്കും. വൈദ്യരാക്ഷസന്റെ ഗ്രന്ഥത്തിൽ കണ്ടത് എത്ര ശരി. അതാ കാണുന്നു ആ തടാകം. അതിന് നടുവിൽ ചെറിയ ദ്വീപ്. അവിടെ ഘനം കുറഞ്ഞ ഉയർന്ന ഒറ്റ മരവും. സന്ധ്യ ആകാറായി. ക്ഷീണം വളരെ കൂടുതലും. രാത്രി കഴിക്കാൻ മരക്കൊമ്പിൽ കയറി. കുറെ കഴിഞ്ഞ് ദ്വീപിലെ മരത്തിലേക്ക് നോക്കി. മുകളിലൊരു വെളിച്ചം, പന്തം കത്തിച്ച പോലെ.
പൂവ് വിരിഞ്ഞു നിൽക്കുകയാണ് തീർച്ച. പുലർച്ചയ്ക്ക് ഉണർന്നു, ചുവട്ടിൽ ഇറങ്ങി. തടാകം കടക്കണം, എളുപ്പമുള്ള കാര്യമല്ല. നീന്താൻ അറിഞ്ഞുകൂടാ. തടാകം വലുതാണ്, നിറയെ മുതലകളും. എന്തുകൊണ്ട് എന്നറിഞ്ഞില്ല, ശ്രീരാമനെ ഓർമ്മ വന്നു. ഭയം അകലും പോലെ. ചെറിയൊരു ഒറ്റത്തടിമരം കണ്ടു. തടിയെടുത്ത് തടാകത്തിലിട്ടു. തടി താഴുന്നില്ല എന്ന് കണ്ടു. വെള്ളത്തിൽ ചാടി, തടിയിൽ പിടിച്ചു. വലത് കൈകൊണ്ട് തുഴഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ തുഴഞ്ഞ കൈ കുഴഞ്ഞു. വലത്തെ കൈകൊണ്ട് തടി പിടിച്ചു. ഇടത്തെ കൈകൊണ്ട് തുഴഞ്ഞു. മാറി മാറി തുഴഞ്ഞ് മുമ്പോട്ട് നീങ്ങി. മുതലകളെ കണ്ട് രാമനാമം ജപിച്ചു. രാമ 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 രാമ. മുതലകൾ വഴിമാറിപ്പോയി. ദ്വീപിലെത്തി, കരയ്ക്ക് കയറി. ക്ഷീണം സഹിക്കവയ്യ. കൈക്കുമ്പിളിൽ വെള്ളം കോരിക്കുടിച്ചു. ഇരുന്നിടത്ത് കിടന്നുറങ്ങി. നേരം കഴിഞ്ഞു. ഉറക്കമുണർന്നു. മരമുകളിൽ നോക്കി. ശരിക്ക് കണ്ണെത്തുന്നില്ല, അത്രയേറെ ഉയരമുണ്ട്. ഒരൊറ്റ ശാഖയില്ല, കമുകിൻ്റെ വണ്ണമേയുള്ളൂ. വളരെ മിനുസവുമുണ്ട്. മുറുക്കി പിടിച്ചു പതുക്കെ കയറി ലോഹിതൻ. എന്തൊരു അധ്വാനമാണ്! ലോഹിതൻ ക്ഷീണിച്ചു. വിയർപ്പിൽ കുളിച്ചു. വല്ലാതെ കിതച്ചു. എന്നിട്ടും കയറി. മരത്തിൻ്റെ പകുതിയായി. അപ്പോഴൊരു ദുർഘടം. അവൻ്റെ ഖനം കൊണ്ട് മരം ഉലയുന്നു. ആദ്യം തെക്കോട്ട്, പിന്നെ വടക്കോട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നു. ഓരോ വശത്തേക്കും വളയുന്നു, നിവരുന്നു. ലോഹിതൻ ഇറുക്കി പിടിച്ചു. കൈവിട്ടു പോയാലോ വളരെ ദൂരം തെറിച്ചു വീഴും. വില്ലിൽ നിന്ന് വിട്ട അമ്പെന്ന പോലെ. എന്നാൽ മരണം നിശ്ചയമാണ്. അവൻ ഭയന്നു. കണ്ണുകൾ പൂട്ടി. രാമ രാമ എന്ന് നിലവിളിച്ചു. ഓരോ നിമിഷവും ഓരോ യുഗം പോലെ. എന്ത്, മരത്തിൻ്റെ ചാഞ്ചാട്ടം കുറയുന്നുവോ? ലോഹിതൻ കണ്ണു തുറന്നു. അതെ, ഉലച്ചിൽ മന്ദഗതിയിലായി. ഒടുവിൽ നിന്ന നിലയ്ക്കായി. അവൻ വീണ്ടും കയറി. മുകളറ്റത്ത് എത്തിച്ചേർന്നു. ചുവട്ടിലേക്ക് നോക്കി. തല കറങ്ങിപ്പോയി. ഇത്ര താഴത്തോ ഭൂമി? പൂവ് പറിച്ചു മടിയിൽ തിരുകി കീഴ്പോട്ടിറങ്ങി. കയറാൻ വിഷമമായിരുന്നു, ഇറങ്ങാൻ എളുപ്പവും. ചുവട്ടിൽ എത്തി. തടി തുഴഞ്ഞു. മറുകരയിൽ കാലുകുത്തി. വൈദ്യരാക്ഷസന്റെ ഗൃഹത്തിൽ എത്തിച്ചേർന്നപ്പോഴോ അനേകം രോഗികൾ ചികിത്സയ്ക്ക് ചെന്നിട്ടുണ്ട്. അദ്ദേഹം അവരെ പരിശോധിക്കുകയാണ്. രോഗികളെല്ലാം പോയപ്പോഴോ ലോഹിതൻ അടുത്തു ചെന്നു. മടിക്കുത്തടിച്ച് പൂവെടുത്ത് നീട്ടി. വൈദ്യരാക്ഷസൻ അത്ഭുതപ്പെട്ടുപോയി. നീ ആരാണ്? ഇതെങ്ങനെ കിട്ടി? അദ്ദേഹം ചോദിച്ചു. ലോഹിതൻ വിസ്തരിച്ചു പറഞ്ഞു. വൈദ്യഗ്രന്ഥങ്ങൾ മോഷ്ടിക്കാൻ ചെന്നത്, വൈദ്യരാക്ഷസന്റെയും ശീഘ്രനമാവന്റെയും സംസാരം കേട്ടത്, തനിയെ ചെന്ന് പൂവ് കൊണ്ടുവന്നത്, എല്ലാം നടന്നതുപോലെ. കുരുടിയായ പെൺകുട്ടിയുടെ ആരാണ് നീ? വൈദ്യരാക്ഷസൻ ചോദിച്ചു. അവളുടെ ജ്യേഷ്ഠനാണ് ഞാൻ, ലോഹിതൻ പറഞ്ഞു. ശീഘ്രനമാവൻ വൈദ്യരാക്ഷസനോട് ഒന്ന് പറഞ്ഞിരുന്നു. താൻ സുലോചനയ്ക്ക് കാഴ്ച നൽകുമെന്ന്. അക്കാര്യം ആരെയും അറിയിക്കരുതെന്ന്. അറിയിക്കില്ല എന്ന് വൈദ്യരാക്ഷസൻ വാഗ്ദാനവും ചെയ്തിരുന്നു. എങ്കിലും അദ്ദേഹം ഒന്ന് പരീക്ഷിക്കാനൊരുങ്ങി. എന്താണ് നിന്റെ പേര്? ലോഹിതൻ എന്ന്. നീ നിന്റെ കാഴ്ച കൈമാറാൻ തയ്യാറാണോ? അതെ. ലോഹിത, നീ കുരുടനായി പോകും. അക്കാര്യം ഓർമ്മിക്കുന്നുണ്ടോ? ഓർമ്മിക്കുന്നുണ്ട്. നിനക്ക് ഇത്ര ധൈര്യം എവിടുന്ന് കിട്ടി? ശ്രീരാമനിൽ നിന്ന്. ലോഹിത, ശരി. മന്ത്രമായി, മരുന്ന് പോവായി, കാഴ്ച കൈമാറാൻ ആളായി. ഇനി സമയമേ ബാക്കിയുള്ളൂ. ഗണിച്ചു നോക്കണം. നാളുകൾ പിടിക്കും. വഴിയെ അറിയിക്കാം. നീ എവിടെ കാണും? ചാരപ്രമാണി വിവരം തരും. ഞാനങ്ങോട്ട് പോവുകയാണ്. സമയം ഗണിച്ച് അറിയിക്കാമത്രേ. വൈദ്യരാക്ഷസൻ വെറുതെ പറഞ്ഞതാണ്, ലോഹിതനെ സമാധാനപ്പെടുത്താൻ വേണ്ടി. അവൻ പോയപ്പോൾ അദ്ദേഹം സ്വയം പറഞ്ഞുപോയി. കണ്ടോ ശ്രീരാമന്റെ ശക്തി. ഭൈരവൻ എന്നാണ് ചാരപ്രമാണിയുടെ പേര്. അയാൾക്ക് ലോഹിതനെ അറിയാം. അവൻ അന്തഃപുരത്തിൽ കഴിഞ്ഞില്ലേ കുറെ കാലം. അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് പലപ്പോഴും. ഭൈരവന് ജോലി കൂടുതലാണ് ഈയിടെ. മഹാരാജാവും മന്ത്രിമാരും കിഷ്കിന്ധ വിട്ടിരിക്കുന്നു. നിർദ്ദേശങ്ങൾ നൽകാൻ ആരുമില്ല. സകലതും സ്വന്തം ചുമതലയിൽ വേണം. തകരാർ പറ്റിയാലോ പിന്നീട് കുഴപ്പമാവും. രാത്രി പകുതിയോളമായി. ചാരന്മാർ പലരും വന്നിട്ടുണ്ട്. അവൻ അവരുമായി കൂടിയാലോചിക്കുന്നു. അപ്പോഴാണ് ലോഹിതൻ കയറി ചെന്നത്. ലോഹിത, നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ. എന്താണ് ഈ അസമയത്ത് വന്നത്? വല്ല വിശേഷവുമുണ്ടോ? ചാരപ്രമാണി ചോദിച്ചു. ഞാൻ പല കുറ്റങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാം ഏറ്റുപറയാൻ വന്നതാണ്. ശിക്ഷ സ്വീകരിക്കാനും. ലോഹിതൻ പറഞ്ഞു. ആഹാ, അങ്ങനെയോ? ശരി, കേൾക്കട്ടെ. ചാരപ്രമാണി പറഞ്ഞു. ലോഹിതൻ വിസ്തരിച്ച് അറിയിച്ചു. ചാരപ്രമാണിയും ചാരന്മാരും ആശ്ചര്യപ്പെട്ടുപോയി. ലോഹിത, നീ മിടുമിടുക്കൻ തന്നെ. എൻ്റെ കണ്ണിലും മണ്ണിട്ട് കളഞ്ഞല്ലോ. ഭൈരവന് അഭിനന്ദനം തോന്നി.
അയാൾ അനുചരന്മാരുടെ നേർക്ക് തിരിഞ്ഞു. കേട്ടോ കൂട്ടരെ, നമുക്ക് സ്വർഗസ്വാമിയെ സംശയമുണ്ടല്ലോ. അയാളെ ഇനി പ്രത്യേകം സൂക്ഷിക്കണം. ഭൈരവൻ അവരോട് ഏതോ ഒരു ഭാഷയിൽ സംസാരിച്ചു. ലോഹിതൻ ആ ഭാഷ കേട്ടിട്ടേയില്ല. അവന് ഒരക്ഷരം മനസ്സിലായുമില്ല. ലോഹിത, ഒരു കുറ്റത്തിൽ പങ്കാളികൾ രണ്ടെന്ന് വയ്ക്കൂ. ചെറിയ പങ്കുള്ളയാൾ കുറ്റം ഏറ്റുപറഞ്ഞാലോ അയാൾക്ക് ചിലപ്പോൾ മാപ്പ് നൽകാൻ നിയമമുണ്ട്. നിന്നെ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആട്ടെ, സ്വർഗസ്വാമി നിന്നെ പിടിക്കാൻ ശ്രമിക്കും. നീ തൽക്കാലം എന്നോടുകൂടി താമസിക്കൂ. ഒരാപത്തും ഉണ്ടാവുകയില്ല, ആരും അറിയുകയുമില്ല, ഭൈരവൻ പറഞ്ഞു. എന്നിട്ട് അനുചരന്മാരുമായി കൂട്ടയാലോചന തുടർന്നു. ലോഹിതൻ മൂലയ്ക്ക് ചെന്നിരുന്നു. അവിടെ കണ്ടു ഒരു ചെറുക്കനെ. പ്രായത്തിൽ കവിഞ്ഞ പൊക്കവും വണ്ണവുമുണ്ട് അവന്. മാത്രമല്ല തലക്കെട്ടുമുണ്ട്, മറ്റു അനുചരന്മാരെ പോലെ. എങ്കിലും ഒരു വ്യത്യാസമുണ്ട്. അവന്റെ തലക്കെട്ട് ചെവികളെ മറച്ചിരിക്കുന്നു. ലോഹിതന് ശങ്ക തോന്നി. എവിടെയോ കണ്ടിട്ടുണ്ടോ? നീ എന്നെ മറന്നുപോയി അല്ലേ? ഞാൻ ശോണിതാക്ഷനാണ്, കൊച്ചുചാരൻ പറഞ്ഞു. ലോഹിതൻ അന്താളിച്ചു. ശത്രുവല്ലേ ശോണിതാക്ഷൻ? അവൻ ഇവിടെയും എത്തിയോ? ലോഹിത, ഞാനാണ് തെറ്റ് ചെയ്തത്. എൻ്റെ തെറ്റ് പൊറുക്കണം, ശോണിതാക്ഷൻ അപേക്ഷിച്ചു. ഭൈരവൻ അടുത്തേക്ക് ചെന്നു. ലോഹിത, ശോണിതാക്ഷനെ ഗുരുകുലത്തിൽ നിന്ന് പുറത്താക്കി. എൻ്റെ ചങ്ങാതിയാണ് അവൻ്റെ അച്ഛൻ. അയാൾ മുഴുക്കൊടിയനായിപ്പോയി. മകനും കുടിയനാവുമെന്ന് തോന്നി. ഞാൻ അവനെയും കൊണ്ടുപോന്നു. ചെറിയ ജോലിയും കൊടുത്തു. അവൻ നിന്നെക്കുറിച്ച് ഇന്നലെ പറഞ്ഞേയുള്ളൂ. ഇനിമേൽ ചങ്ങാതിമാരാവണം നിങ്ങൾ. ശോണിതാക്ഷന് ഇടത്തെ ചെവിയില്ല. മുമ്പ് ലോഹിതൻ കടിച്ചെടുത്തതല്ലേ. ചെവിയില്ലെന്ന് മറ്റുള്ളവർ കണ്ടുകൂടാ. അതിനാണ് ചെവിക്കുമീതെ തലക്കെട്ട്. ശോണിതാക്ഷൻ അഴിച്ചു കാണിച്ചു. ലോഹിതൻ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു, എനിക്ക് മാപ്പ് തരൂ. അധ്യായം 10. കൊട്ടാരത്തിലാകെ കോലാഹലം തന്നെ. തോരണങ്ങൾ, കമാനങ്ങൾ, പന്തലുകൾ ഉയരുന്നു. പുഷ്പങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, മറ്റു സാമഗ്രികൾ കുന്നുകുമയുന്നു. ദേഹണ്ടക്കാരികൾ, ഭൃത്യകൾ, തോഴികൾ ഉഴറി നടക്കുന്നു. ഉത്സാഹം, ഉന്മേഷം, ബഹളം. മഹാരാജ്ഞി യജ്ഞം നടത്തുന്നു. സ്വർഗസ്വാമിയുടെ ആജ്ഞപ്രകാരമാണ്. പ്രത്യേകിച്ച് ഉദ്ദേശമുണ്ട് സ്വർഗസ്വാമിക്ക്. രാജാവാകണം എന്നതാണല്ലോ പരമലക്ഷ്യം. തൻ്റെ ദിവ്യത്വം ബോധ്യപ്പെടുത്തണം. പെണ്ണുങ്ങളാണ് ഇപ്പോൾ ഭൂരിപക്ഷം. അവർക്കൊരു മുൻസൂചനയും നൽകണം. അണിഞ്ഞൊരുങ്ങി വിലസുകയാണ് രുമ. രാജ്ഞിയെ അനുകരിച്ച് മറ്റു പെണ്ണുങ്ങളും. പണ്ടേ അണിഞ്ഞൊരുങ്ങാൻ വാസനയുണ്ട്. പക്ഷേ അന്ന് ഭർത്താക്കന്മാർ നാട്ടിലുണ്ടായിരുന്നു. ക്രമത്തിലധികം പണം ചെലവഴിച്ചാലോ ഭർത്താക്കന്മാർ ശാസിച്ചെന്ന് വരും. ഇപ്പോൾ ആ ഭയമേ ഇല്ല. കാരണം ഭർത്താക്കന്മാർ പടയ്ക്ക് പോയിരിക്കുന്നു. ഇന്ന് കിഷ്കിന്ധ പെണ്ണരിച്ചു നാടാണ്. എത്ര ചമഞ്ഞാലും ചോദിക്കാൻ ആളില്ല. ചില പെണ്ണുങ്ങൾ രഹസ്യമായി ഒന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്. ഭർത്താക്കന്മാർ മടങ്ങി വരാതിരുന്നെങ്കിൽ. ദിവസം 10 തവണ പട്ടുവസ്ത്രങ്ങൾ മാറും. അതോടൊന്നിച്ച് ആഭരണങ്ങളും. അതാണ് രുമയുടെ രീതി. അത്രയൊന്നും പ്രജകളായ പെണ്ണുങ്ങൾക്ക് കഴിയില്ല. എങ്കിലും അവരും ആവോളം വാങ്ങി. ചന്ദ്രസേനനും കൊയ്ത്തുകാലമായി. മാത്രമല്ല സിംഹദന്തനും. ചന്ദ്രസേനൻ വീണ്ടും രുമയെ കാണാനെത്തി. ചന്ദ്രസേന, നിങ്ങൾ കൊണ്ടുവരുന്നില്ലേ പട്ടുകൾ? എനിക്ക് അവയൊന്നും മതിയാവുന്നില്ല. എന്റെ തോഴികൾക്കും പരാതിയുണ്ട്. അവന്തിയിൽ പട്ടിന് ഇത്ര ദാരിദ്ര്യമോ? തമ്പുരാട്ടി, ധാരാളം പട്ടുകെട്ടുകൾ വരുന്നുണ്ട്. എല്ലാം ആ നിമിഷം വിറ്റഴിയുന്നു. മുമ്പ് കുറച്ചേ വാങ്ങിയിരുന്നുള്ളൂ. ധാരാളം വാങ്ങാൻ മോഹമുണ്ടെങ്കിലും അന്ന് ഭർത്താക്കന്മാർ സമ്മതിക്കണം. ഇന്ന് ആ കുഴപ്പമേ ഇല്ല. സിംഹദന്തൻ എത്ര വേണമെങ്കിലും തരുന്നുണ്ടല്ലോ. അതെങ്ങനെ? അതല്ലേ നേരം പോക്ക് തമ്പുരാട്ടി. രാക്ഷസന്മാരും വാനരന്മാരും തമ്മിൽ യുദ്ധമാവും. അത് സിംഹദന്തൻ നേരത്തെ അറിഞ്ഞു. യുദ്ധമായാൽ ലങ്കയിൽ നിന്ന് പണ്ടങ്ങൾ വരില്ല. അയാൾ കാലെക്കുട്ടി കരുതി വെച്ചു. നോക്കണേ അയാളുടെ ബുദ്ധി. അടിയനാണ് മോശക്കാരൻ. ആട്ടെ ചന്ദ്രസേന, താരാരാജ്ഞി യജ്ഞത്തിന് എന്തെല്ലാം വാങ്ങി? യാതൊന്നും വാങ്ങിയില്ല തമ്പുരാട്ടി. അല്ലെങ്കിൽ ആ രാജ്ഞി എത്ര ചമഞ്ഞാലത് അവിടുത്തെ മുമ്പിൽ ശോഭിക്കുമോ? സൂര്യന്റെ മുമ്പിൽ ചന്ദ്രന് എന്ത് പ്രഭ. സന്തോഷമായല്ലോ രുമയ്ക്ക്. രാജ്ഞി ചന്ദ്രസേനൻ കൊണ്ടുവന്ന പട്ടെല്ലാം വാങ്ങി. അതോ ഇരട്ടി വില കൊടുത്തിട്ടും? പെട്ടെന്ന് ഒരാഗ്രഹവും തോന്നി. മുമ്പ് താൻ താരയോട് അസൂയപ്പെട്ടിരുന്നില്ലേ? ഇപ്പോൾ തന്നോട് താര അസൂയപ്പെടണം. രുമ തോഴിയെ അയച്ചു താരയെ വരുത്തി. ബാലി രുമയ്ക്ക് മാളിക കൊടുത്തിരുന്നില്ലേ? അവിടെയാണ് ഇപ്പോൾ താര താമസിക്കുന്നത്. മുമ്പ് താര താമസിച്ച കൊട്ടാരത്തിൽ രുമയും. അന്നൊക്കെ താര ആളയച്ച് രുമയെ വരുത്തിയിരുന്നു. ഇപ്പോൾ രുമ ആളയച്ച് താരയെ വരുത്തുന്നു. കണ്ടോ സ്ഥിതിയിൽ വന്നു ചേർന്ന വ്യത്യാസം? എന്താ രുമയെ വിശേഷിച്ച്? സ്വർഗസ്വാമിയുടെ യജ്ഞമല്ലേ ജ്യേഷ്ഠത്തി. ഞാൻ വസ്ത്രങ്ങളും ആഭരണങ്ങളും മേടിച്ചു. ജ്യേഷ്ഠത്തിയെ കാണിക്കാമെന്ന് കരുതി. ഇതാ കണ്ടോ, മുറി നിറഞ്ഞു. ഇത്രയൊക്കെ മേടിച്ചോ രുമേ? എന്താ മേടിച്ചുകൂടെ? ഞാനല്ലേ കിഷ്കിന്ധയിലെ രാജ്ഞി. എനിക്കിഷ്ടമുള്ളത് ചെയ്യാം. ചെയ്തോളൂ. അതൊക്കെ പോട്ടെ,
ജ്യേഷ്ഠത്തി, എൻ്റെ ഗുരുവിനെ ജ്യേഷ്ഠത്തിയെയും ശിഷ്യയാക്കണമെന്നുണ്ട്. എന്തു പറയുന്നു? ആവശ്യം വരുമ്പോൾ അറിയിക്കാം. സ്വർഗസ്വാമി സ്വർഗവാതിൽ തുറന്ന് തരികയാണ്. കൊട്ടിയടയ്ക്കാനാണ് ജ്യേഷ്ഠത്തിയുടെ ഭാവം. എല്ലാം ജ്യേഷ്ഠത്തിയുടെ ഇഷ്ടം. രുമ മുഖം വെട്ടിത്തിരിച്ച് നടന്നുപോയി. ആ പുണ്യദിനവും വന്നു ചേർന്നു. യജ്ഞത്തിൻ്റെ ദിനം. വൈകുന്നേരമായപ്പോഴോ സ്ത്രീകളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. നിറപ്പകിട്ടുള്ള വസ്ത്രങ്ങളെ കാണാനുള്ളൂ. പൊലിമയേറിയ ആഭരണങ്ങളും. നോക്കുന്ന കണ്ണുകൾ അഞ്ചിപ്പോകുന്നു. എന്തു ധാടി, എന്തു മോടി. സന്ധ്യയാകുന്നു. ബഹളം നിലയ്ക്കുന്നു. സ്വർഗസ്വാമി എഴുന്നള്ളുന്നു. പിറകിലായി ശിഷ്യന്മാരും. പെൺകുട്ടികൾ അഷ്ടമംഗല്യത്തോടെ എതിരേൽക്കുന്നു. മുതിർന്ന സ്ത്രീകൾ വായ്ക്കുരുവയിടുന്നു. വാദ്യഘോഷങ്ങൾ കേൾക്കുമാറാകുന്നു. സ്വർഗസ്വാമി മെല്ലെ മെല്ലെ നടന്നു വരുന്നു. ആ നടത്തത്തിൻ്റെ പ്രൗഢി ഒന്ന് വേറെ തന്നെ. നീണ്ട താടിമീശ ഇളങ്കാറ്റിൽ പാറുന്നു. ചുവന്ന കണ്ണുകളിൽ നിന്ന് തേജസ് ചിതറുന്നു. അദ്ദേഹം പന്തലിൽ പ്രവേശിക്കുന്നു. പ്രത്യേകമൊരുക്കിയ രത്നപീഠത്തിൽ ചെന്നിരിക്കുന്നു. ശിഷ്യന്മാർ പിറകിൽ ഓച്ചാനിച്ച് നിൽക്കുന്നു. മറുവശത്തുള്ള സ്വർണപീഠത്തിൽ മഹാരാജ്ഞി ഇരിക്കുന്നു. രാജ്ഞിയുടെ ഇരുവശത്തും പ്രഭ്യമാർ നിരന്നു നിൽക്കുന്നു. മഹായജ്ഞം ആരംഭിക്കുന്നു. സ്വർഗസ്വാമിയുടെ രത്നപീഠത്തിന് മുമ്പിലാണ് അഗ്നികുണ്ഠം. അതിൽ അഗ്നി ആളിക്കത്തുന്നുണ്ട്. ചില പുരോഹിതന്മാർ നെയ്യ് കോരിയൊഴിക്കുന്നു. വേറെ ചിലർ വേദങ്ങൾ ഉരുവിടുന്നു. ഇനിയും ചിലർ മറ്റു കർമ്മങ്ങൾ ചെയ്യുന്നു. എത്ര പാവനമായ അന്തരീക്ഷം! നാഴിക 2 കഴിഞ്ഞു. മഹായജ്ഞം അവസാനിച്ചു. സ്വർഗസ്വാമി സംസാരിച്ചു. ഭക്തജനങ്ങളെ, ധൂപക്കുറ്റികൾ കത്തിക്കാൻ പോവുകയാണ്. ദിവ്യമായ ഒരു സുഗന്ധ ദ്രവ്യമുണ്ട്. ഞാൻ സ്വർഗത്തിൽ നിന്ന് വരുത്തിയതാണ്. വിശേഷപ്പെട്ട ഒരു മണം പരക്കും. തെല്ലുനേരം ആ മണം ആസ്വദിക്കുവിൻ. അപ്പോഴേക്കും ഒരു അത്ഭുതം കാണാറാകും. എന്താണ് അത്ഭുതം? അറിയാൻ പെണ്ണുങ്ങൾക്ക് വെമ്പലായി. അവർ ശ്വാസമടക്കി ഇരിപ്പായി. ശിഷ്യന്മാർ ധൂപക്കുറ്റികൾ കത്തിച്ചു. വെളുത്ത കനത്ത പുക ഉയർന്നു. അതോടുകൂടി ഒരു മണവും പരന്നു. ഇത്ര സുഖമുള്ള മണം ആരും അനുഭവിച്ചിട്ടില്ല. വെള്ളപ്പുക ചുരുളുകളായി പൊങ്ങി വരുന്നു. മണവും അധികമാവുന്നു. പെണ്ണുങ്ങൾക്ക് ലഹരി പിടിച്ചുവോ? സ്വർഗസ്വാമിയെ വെള്ളിമേഘങ്ങൾ പൊതിയുന്നു. അദ്ദേഹത്തെ കാണാൻ വയ്യാതാവുന്നു. പിന്നീട് വെള്ളിമേഘങ്ങൾക്ക് നേർമയുണ്ടാകുന്നു. സ്വർഗസ്വാമിയുടെ സ്വരൂപം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ശിരസിൽ മണിക്കിരീടമോ? 3 നിമിഷം. അതിനുള്ളിൽ വീണ്ടും പുക കനത്തിരിക്കുന്നു. ദിവ്യസ്വാമി രണ്ടാമതും മറഞ്ഞിരിക്കുന്നു. പിന്നെയും പുക നേർത്തു വരുന്നു. അപ്പോഴേക്കും കിരീടം കാണാനില്ല. പെൺകൂട്ടം അമ്പരന്നുപോയി. അതിനെന്തോ അർത്ഥമുണ്ടെന്ന് തീർച്ചയായി. എന്താണ് അർത്ഥമെന്ന് മനസ്സിലായില്ല. അതാ സ്വർഗസ്വാമിയുടെ സ്വരം. ഭക്തജനങ്ങളെ, കിഷ്കിന്ധയിലെ സ്ത്രീജനങ്ങളെ, നിങ്ങൾ ഭാഗ്യവതികളാണ്. എന്തെന്നാൽ നിങ്ങൾക്ക് എൻ്റെ ആത്മശക്തി അനുഭവപ്പെട്ടിരിക്കുന്നു. എൻ്റെ ശിരസിൽ കിരീടം കണ്ടു ഇല്ലേ? നിങ്ങളെ രഹസ്യം അറിയിക്കാം. എൻ്റെ ദിവ്യത്വത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് അത്. ദൈവം നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചു തന്നു. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാനൊരു രാജർഷിയാണ്. അതായത് രാജാവായ ഋഷി, അല്ലെങ്കിൽ ഋഷിയായ രാജാവ്. ദൈവം നിങ്ങൾക്ക് മുൻസൂചന തന്നതല്ലേ? കിഷ്കിന്ധ ഞാൻ ഭരിക്കണം എന്നല്ലേ അർത്ഥം? താമസിയാതെ എല്ലാം തെളിയും. അതെ, താമസിയാതെ എല്ലാം തെളിയും. പെട്ടെന്നുയർന്നു മറ്റൊരു സ്വരം. പന്തലിൻ്റെ എതിർവശത്തു നിന്നാണ്. എല്ലാവരും ആ ദിക്കിലേക്ക് നോക്കി. അപ്പോൾ മനസ്സിലായി ആരാണ് പറഞ്ഞതെന്ന്. ചാരപ്രമാണി ഭൈരവൻ. പെണ്ണുങ്ങൾ മുഖത്തോട് മുഖം നോക്കി. അതിനിടയ്ക്ക് ഭൈരവൻ മുന്നോട്ട് കടന്നു. എന്നിട്ട് ഇടിമുഴക്കം പോലെ പറഞ്ഞു, എല്ലാവരും ഒന്ന് കേൾക്കണം. ദൈവത്തിൻ്റെ യാതൊരു മുൻസൂചനയും ഉണ്ടായില്ല. സ്വർഗസ്വാമി കിരീടം കൊണ്ടുവന്നിരുന്നു. വെള്ളപ്പുക കനത്തപ്പോൾ തലയിൽ വെച്ചു. രണ്ടാമതും കനത്തപ്പോൾ എടുത്തു മാറ്റി. കിരീടം ഒരു ശിഷ്യൻ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. നിങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്തത്. ഇയാൾ സന്യാസിയല്ല. സന്യാസി ചമഞ്ഞ പെരും കള്ളനാണ്. അന്താളിച്ചുപോയി പെണ്ണുങ്ങളെല്ലാം. തെല്ലു മുമ്പ് എന്താണ് അനുഭവപ്പെട്ടത്? സ്വർഗസ്വാമി തങ്ങളുടെ കൈപിടിക്കുന്ന പോലെ, സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന പോലെ. ഇപ്പോഴോ പിടിവിട്ട് ഉരുണ്ടു വീണ പോലെയും. സ്വർഗസ്വാമിയുടെ ഗംഭീരമായ മുഖം വിളറി. ചുവന്ന കണ്ണുകളിലെ തേജസ് മങ്ങി. ദൃഢമായ ശരീരം ആലില പോലെ വിറകൊണ്ടു. അദ്ദേഹം എഴുന്നേറ്റ് സദസ്സിനോട് സംസാരിച്ചു. ഭക്തജനങ്ങളെ, കടുത്ത പരീക്ഷയാണ് ദൈവം തന്നത്. എൻ്റെ ആത്മാവിന് പഴയതുപോലെ ശാന്തിയുണ്ട്. എങ്കിലും ശരീരത്തിലെ ബലം ചോർന്നുപോയി. വിശ്രമം ആവശ്യമായിരിക്കുന്നു. ഞാൻ പോയി വരാം. ആകെ കുഴപ്പത്തിലായില്ലേ? ഇനി നിന്നാൽ ആപത്താണ്. ഏതു വിധേനയും സ്ഥലം വിടണം. ആശ്രമത്തിൽ എത്തിച്ചേരണം. അതായിരുന്നു സ്വർഗസ്വാമിയുടെ ഉദ്ദേശം. ആ സമർത്ഥൻ ശിഷ്യന്മാരെ കൂട്ടി മുന്നോട്ട് നീങ്ങി. 3-4 അടി വെച്ചതോ ഗതി നിലച്ചു. മുമ്പിൽ തിളങ്ങുന്ന കുന്തമനകൾ വേലി പോലെ. ഗുരുവും ശിഷ്യരും ഇടത്തേക്ക് തിരിഞ്ഞു.
അവിടെയും തിളങ്ങുന്ന കുന്തമുനകൾ. പുറകുവശത്തും വലതുവശത്തും തിളങ്ങുന്ന കുന്തമുനകൾ. അനങ്ങിയാൽ കുന്തമുനകൾ മാറു പിളർക്കും. ചാരപ്രമാണി രുമയോട് പറഞ്ഞു, തമ്പുരാട്ടി, അടിയന് മാപ്പരുളണം. അടിയൻ കടമ നിറവേറ്റുന്നു, അത്രയുള്ളൂ. തമ്പുരാൻ മടങ്ങി വന്നിട്ട് ശിക്ഷ നിശ്ചയിക്കും. അതുവരെ ഇയാളും കൂട്ടരും തുറങ്കിലായിരിക്കും. 10 വർഷം മുമ്പ് ഒരു പെരുങ്കള്ളനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അവൻ അന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയി. അവനാണ് ഈ സ്വർഗസ്വാമി. സാക്ഷാൽ പേര് വജ്രബാഹു. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. കൂടാതെ ഇതിൻ്റെ മുൻ വീഡിയോ കാണാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കാണാൻ ശ്രമിക്കുക. ഞാൻ നിങ്ങളുടെ മിഥുൻ മോഹനൻ. ഈ കഥയുടെ ബാക്കി ഭാഗം അടുത്ത ബുധനാഴ്ച ഉണ്ടായിരിക്കും. കാണാൻ മറക്കല്ലേ. നന്ദി.